നമ്മുടെ വിഷുക്കണി ഒരുക്കിയതാണ് ഇത് കേട്ടോ. ഞാൻ എണീച്ച് വെളിക്ക് കത്തിച്ച് തീപ്പെട്ടിയെല്ലാം സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൈഡിൽ നിന്ന് എടുത്ത് വന്ന് വിളക്ക് കത്തിച്ചിട്ട് ലൈറ്റൊന്നും ഇടാതെ വന്ന് വിളക്ക് കത്തിച്ചിട്ട് ഞാൻ കണി കണ്ടു. അതിനുശേഷം മോളെയും പിന്നെ ആങ്ങളയുടെ മോളുണ്ടായിരുന്നു, ആങ്ങളയുടെ മോളും പിന്നെ ചേട്ടനെയും അച്ഛനും അമ്മയൊക്കെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തലേദിവസമല്ലായിരുന്നു ഉത്സവം. അപ്പം 13-ാം തീയതി ആയിരുന്നല്ലോ ഉത്സവം എടുത്തത്. അപ്പോൾ അമ്മയും അച്ഛനും ആങ്ങളയുടെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരച്ഛനും അമ്മയും എല്ലാം വിളിച്ച് അവരെല്ലാവരും ഒന്ന് കണി കണ്ട് ശേഷമാണ് ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടത് കേട്ടോ. ലൈറ്റ് ഇട്ട് കാണിക്കാം. എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ ഇച്ചിരി കുറേ ഉത്സവത്തിൻ്റേതായിട്ടുള്ള ജോലി ഉണ്ടായതുകൊണ്ട് കുറേയൊക്കെ സാധനം വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ കണിക്കൊന്നപ്പൂവൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്ത് നമ്മൾ പാൽ വാങ്ങിക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടി. ഇതാണ് നമ്മളിപ്പം ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. എങ്ങനെയുണ്ട് വിഷുക്കണി? നിങ്ങളുടെ വിഷുക്കണി ഇങ്ങനെ ആണോ ഒരുക്കിയത്? നമ്മൾ പുതിയ ഓട്ടുരുളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം വലിയ ഓട്ടുരുളി പായസമൊക്കെ വെക്കാനും ഒക്കെ ഇറച്ചിയൊക്കെ വാങ്ങിക്കാനും വെക്കുമ്പോൾ വെക്കാനും ഒക്കെ നല്ല വലിയ ഉരുളിയാണ്. പിന്നെ എല്ലാം സ്വർണ്ണം വെച്ചിട്ടുണ്ട്, വെള്ളിയും കൃഷ്ണക്കുട്ടിയും എല്ലാം വെച്ച് നമ്മൾ ആഘോഷിച്ചു. ഇപ്പം മോള് വന്ന് കണ്ടു എൻ്റെ അത് കേട്ടോ. മോള് വന്ന ഇടയ്ക്ക് എടുത്ത വീഡിയോ അത്, മോളെ വെച്ചിട്ട് ഞാൻ എടുത്തത്. ഇതൊക്കെയാണ് നമ്മുടെ വിഷുക്കണി. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ലൈറ്റിൽ പോയിട്ടിട്ട് എല്ലാവരും കിടന്ന് വീണ്ടും കണി കണ്ടിട്ട് വീണ്ടും എല്ലാവരും കിടന്ന് ഉറങ്ങി. ഇത്രയുള്ള